അപ്പൊ നീ എന്റെ കൂടെ വരില്ല എന്നർത്ഥം. അച്ഛാ, ഞാൻ അങ്ങനെ ഉദ്ദേശമല്ല പറഞ്ഞേ. അല്ല, അച്ഛന് ശരിക്കും എങ്ങോട്ടാ പോണ്ടേ? അപ്പൊ നീ എവിടേക്കാന്ന് പറഞ്ഞില്ലെങ്കിൽ വരില്ല അല്ലേ? ഇന്നെന്താ അച്ഛൻ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങോട്ട് വിളിച്ചാലും ഞാൻ വരാറുള്ളതല്ലേ. പക്ഷെ അച്ഛൻ എങ്ങോട്ടാ പോകണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് എന്റെ ഷെഡ്യൂൾസും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ ആരതിയുടെ വീട്ടിലേക്കാ പോകുന്നത്. ആരതിയെ തിരികെ വിളിച്ചോണ്ട് വരാൻ. സോറി അച്ഛാ, ഞാൻ വരില്ല. വരില്ലെന്ന് അങ്ങനെ പറയല്ലേ വിക്കി. ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞു, ഇനി നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ല. ഞാൻ നിന്റെ അച്ഛനാണ് ഈ പറയുന്നത്. നീ എന്റെ കൂടെ വന്നേ പറ്റൂ, അത്ര തന്നെ. അച്ഛാ പ്ലീസ്, ഇത് ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നമോ? അത് ഞങ്ങൾ തന്നെ സോൾവ് ചെയ്തോളാം. അച്ഛൻ വിചാരിക്കുന്ന പോലെ അവൾക്ക് അത്രയും വിഷമമൊന്നുമില്ല. അവളുടെ വീട്ടിൽ അവൾ സന്തോഷമായിട്ട് ഇരിക്കുന്നത് ഞാൻ അവിടെ പോയപ്പോ കണ്ടതാ. ഞാനൊരു ശാന്ത സ്വഭാവക്കാരനാണ്. എനിക്കങ്ങനെ അത്ര പെട്ടെന്നൊന്നും ദേഷ്യം വരില്ല. ഞാൻ ഇതുവരെ എന്റെ മക്കളെ തല്ലിയിട്ട് പോലുമില്ല. പക്ഷെ എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരുമിക്ക്. അച്ഛാ പ്ലീസ്, അച്ഛൻ ഈ ഒരു കാര്യത്തിൽ വെറുതെ ഓവർ റിയാക്ട് ചെയ്തോണ്ടിരിക്കുക. ഒന്നും കൈവിട്ട് പോയിട്ടൊന്നുമില്ല. എല്ലാം ഒരു ലിമിറ്റിലാവുള്ളേ. ശരിയായിക്കോളും. ദയവേദി ഇനി ആരും ഈ പ്രശ്നത്തിൽ ഇൻവോൾവ് ആവരുത്. ഇതെന്റെ അപേക്ഷയാ. ഈ കാര്യത്തിൽ ഇപ്പൊ ഞാൻ ഓൾറെഡി ഇൻവോൾവ് ആയിരിക്കുകയാണ്. എനിക്ക് മനസ്സിലായില്ല. ആരതിയുടെ അടുത്തുനിന്ന് കാശ് വാങ്ങിയത് ഞാനാണെന്ന് എനിക്ക് നിന്നോട് പറയാൻ പറ്റില്ലല്ലോ. എന്ന് വെച്ചാ അവളെ ഈ വീട്ടിലേക്ക് മരുമകളായിട്ട് കൂട്ടിക്കൊണ്ടുവരുമ്പോ ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആയിരുന്നു. ഇതിനാണ് കുടുംബം എന്ന് പറയുന്നത്. വീടിനുള്ളിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നടന്നാലും അത് വീടിനുള്ളിൽ വെച്ച് തന്നെ പറഞ്ഞു തീർത്തിരിക്കണം. ഇൻവോൾവ് ആകാൻ വരണ്ടെന്ന് നീ എന്നോട് പറയരുത് വെക്കി. അച്ഛാ പ്ലീസ്, അച്ഛനെ ഡിസ്റെസ്പെക്ട് ചെയ്യാൻ വേണ്ടിയല്ല ഞാൻ അങ്ങനെ പറഞ്ഞേ. ദേവിത് അങ്ങനെ ഒരു അവസ്ഥയിൽ എന്നെ എത്തിക്കരുത് അച്ഛാ. ഈ ഒരു കാര്യത്തില് ഇനി ആരും ഇൻവോൾവ് ആവാതിരുന്ന ഇപ്പോൾ ഈ സിറ്റുവേഷൻ എല്ലാം നോർമൽ ആയിക്കോളും. അതൊന്നും നീ എൻ്റെ അടുത്ത് പറയേണ്ട കാര്യമില്ല. നീ വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകില്ല എന്നും വിചാരിക്കണ്ട. അതുപോലെ തന്നെ പോകണ്ടെന്ന് പറയേണ്ട കാര്യവുമില്ല. ഞാൻ തീർച്ചയായും പോയിരിക്കും. എന്റെ മരുമോളെ ഈ വീട്ടിലേക്ക് വിളിച്ചോണ്ടും വരും. ആ സുമേഷിന്റെ പോലെ എനിക്ക് ജാതകത്തിലൊന്നും വലിയ വിശ്വാസമില്ല. അത് മാത്രമല്ല, ഞാൻ അവൾക്ക് ഉമ്മ കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി പോകുമെന്ന് വിശ്വസിക്കുന്ന ഒരു ഇഡിയറ്റും അല്ല. പോയി നീ എങ്ങനത്തെ പയ്യനെ സ്നേഹിച്ചതമ്മോ? ആളുടെ പേരാണെങ്കിലോ വേദാന്ത് മേനോൻ. റൊമാൻസ് പോട്ടെ, അതിലുള്ള 6 അക്ഷരം പോലും അറിയില്ല എന്നാ ഓർത്തത്. പക്ഷെ ആള് ലവില് വീണതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോയി. എന്തൊക്കെയോ പറയും. കുറച്ചു സമയം ഒരുമിച്ച് ചെലവഴിക്കാം, ഓഫീസിന് മുന്നേ കാണാന്ന് പറയുന്നതിനേക്കാളും തെളിവ് വേറെ എന്താ വേണ്ടത്? അപ്പോഴേ മനസ്സിലാവില്ല. ചക്കരക്കുട്ടൻ, കള്ളച്ചെറുക്കൻ. ഞാൻ ദൈവത്തിൽ പോലും വിശ്വസിച്ചിരുന്നില്ല. എന്നെയാണോ ഈ ജാതകത്തിലൊക്കെ? ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല. എന്നാലും ഞങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറുമല്ല. അമ്മുവിന് എന്തെങ്കിലും ആവശ്യം വന്നാ മാനത്തുനിന്ന് അമ്പിളി മാമനെ പിടിച്ച് ഞാൻ കൊടുക്കും. അവളുടെ സങ്കടം കാണാൻ മാത്രമേ എനിക്ക് വയ്യാത്തത്. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു പ്രാവശ്യമെങ്കിലും കിസ് ചെയ്യാന്ന് വെച്ചത്. യു ടു പ്രീഷ്യസ് ടു മീ അമൂല്യ. അതുകൊണ്ടാ ഇന്ന് എന്തു വന്നാലും ശരി, നമ്മൾ ഓഫീസിൽ പോകുന്നതിന് മുൻപായിട്ട് ഞാൻ നിനക്ക് ഉമ്മ തന്നിരിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പ്രാർത്ഥിച്ചേക്ക്. അവസാനം ആരതി ചെയ്യാം. ദൈവമേ, എന്റെ സംശയം ശരിയായിരിക്കട്ടെ. അമ്മൂല്യം വേദാന്ത് ചേട്ടനും രണ്ടുപേരും അവരുടെ സ്നേഹം ഒരുമിച്ച് പങ്കുവയ്ക്കട്ടെ. കഴിഞ്ഞു മുത്തശ്ശി. എന്താ പ്രാർത്ഥിച്ചത്? സുഖപ്രസവം നടക്കാൻ വേണ്ടിയാണോ പ്രാർത്ഥിച്ചത്? ഇല്ല മുത്തശ്ശി, അതിപ്പൊ തന്നെ കുറെ പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞു. ദൈവം ഉറപ്പായും എന്റെ ആഗ്രഹം നിറവേറ്റി തരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്.
അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം എന്റെ കാര്യമല്ല പ്രാർത്ഥിച്ചത്. പിന്നെ എന്താ പ്രാർത്ഥിച്ചത്? ഓഹോ, എനിക്ക് മനസ്സിലായി. നീ നിന്റെ കാര്യമല്ല പ്രാർത്ഥിച്ചെങ്കിൽ വേദാന്തിന്റെ കാര്യമായിരിക്കും ചോദിച്ചത്. അതുമാത്രമല്ല, അത് എന്ത് കാര്യമാണെന്നും എനിക്ക് നന്നായി അറിയാം. വേദാന്തിന്റെ കാര്യോ? എന്താ അത്? ഞാനറിയാത്ത എന്ത് കാര്യമാ വേദാന്തിന് വേണ്ടി നീ പ്രാർത്ഥിച്ചത്? അതുമല്ലേ, രണ്ടുപേരും കിടന്നങ്ങ് ചിരിച്ച മറിയാണല്ലോ. എന്നോടും കൂടെ പറയത്, ഞാനും ഒന്ന് അറിഞ്ഞു ചിരിക്കട്ടെ. ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കുമ്പോ അതെല്ലാം അറിയണമെന്ന് നീ വാശി പിടിക്കാൻ പാടില്ല. ദൈവത്തിന്റെ അടുത്ത് എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ആരുടെ അടുത്തും പറയാൻ പാടില്ല. അങ്ങനെയെങ്ങാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിറവേറില്ലാത്രേ. അതുകൊണ്ടാണ് ആദ്യം മിണ്ടാതിരിക്കുന്നത്. നീ വെറുതെ അവളെ നിർബന്ധിക്കണ്ട. അമ്മയ്ക്ക് അമ്മയുടെ ദൈവം, അമ്മയുടെ വിശ്വാസം, അമ്മയുടെ ആചാരം. അൺബിലീവബിൾ. അവൾ എന്തെങ്കിലും പറയട്ടെ, നമുക്ക് ആരതി ചെയ്യാം. മാണത്ത് നോക്കിയാണ് വണ്ടി ഓടിക്കണേ. ഇപ്പൊ വണ്ടി ഇടിച്ചാനല്ലോ. നീ ആരാ എന്നോട് പറയാനായിട്ട്? ഞാൻ ഇന്ന് ആദ്യമായിട്ടല്ല വണ്ടി ഓടിക്കാൻ തുടങ്ങിയത്. എന്റെ പേരിൽ ഒരു ആക്സിഡന്റ് പോലും ഇല്ല, അറിയാമോ? ഡയലോഗ് അടിച്ചിട്ട് ഓടി പോകുന്നതല്ല. ധൈര്യം ഉണ്ടെങ്കിൽ നിന്ന് സംസാരിക്കും. എന്നെ നിനക്ക് ശരിക്കും അറിയില്ല. റൗഡി ബേബിയെ കളിയാക്കാൻ വരുന്നോ നീ? ഞാൻ സിംഗിൾ ആയിരുന്നപ്പോ പോലും പ്രതികരിക്കുമായിരുന്നു. അങ്ങനെയുള്ളപ്പോ ഞാനിപ്പോ വേദാന്ത് വിചിത്രന്റെ അല്ല മേനോന്റെ പെണ്ണ. ഇപ്പൊ മിണ്ടാതിരിക്കോ? നിന്നെ പോലുള്ളവനൊക്കെ റാണി, ഇപ്പൊ നിനക്ക് എന്തു പറ്റി? സ്റ്റാർട്ടാവ്. ഞാനിത് എത്ര നേരമായി കാത്തിരിക്കുന്നു. ഇവളെന്താ ഇപ്പോഴും വരാത്തെ? മതി മോളെ, വേണ്ട. എന്തെങ്കിലും പറ്റിയോ? എന്താ രണ്ടുപേരും വല്ലാതിരിക്കുന്നത്? ഒരക്ഷരം പോലും സംസാരിക്കുന്നില്ല. രണ്ടുപേരുടെയും മുഖം ആടിയിരിക്കുക. എന്താ കാര്യം? അങ്ങനെയൊന്നും ഇല്ലാന്നേ. എനിക്ക് ഇന്നലെ രാത്രി നല്ല തലവേദനയായിരുന്നു. ഉറക്കം പോലും വന്നില്ല. അപ്പൊ ഇവളും പറഞ്ഞു, അമ്മേ ഞാൻ തലയിൽ ബാമിട്ട് തരാമെന്ന്. അതുകൊണ്ട് ഇവൾക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഞങ്ങള് രണ്ടുപേരും രാത്രി ഉറങ്ങിയില്ലല്ലോ, അതുകൊണ്ടാ ഞങ്ങളുടെ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നേ. ഇതെന്താ പറയുന്നേ പ്രവീൺ? ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോ രണ്ടുപേരും നന്നായിട്ട് ഉറങ്ങുന്നുണ്ടായിരുന്നല്ലോ. ഞങ്ങൾ എന്തിനാ നിങ്ങളോട് കള്ളം പറയുന്നേ? നിങ്ങൾ എഴുന്നേറ്റപ്പോ ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങുമായിരുന്നു. ഒടുക്കം 3 മണിക്ക് ശേഷമാ എനിക്ക് വല്ലാതെ അങ്ങ് തലവേദന കൂടി ഞാനങ്ങ് ഉണർന്നു പോയത്. ഞാൻ സമയമൊന്നും നോക്കിയില്ല. എന്നാലും ചേട്ടാ നമസ്കാരം. ഓ ചേട്ടാ, വരൂ വരൂ. കുറെ ദിവസത്തിന് ശേഷമാണല്ലോ ഇങ്ങോട്ടൊക്കെ വരുന്നത്. വളരെ സന്തോഷമായി കണ്ടതില്. എല്ലാവർക്കും സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. സാധാരണ ദിവസങ്ങളിൽ ജോലി അതെന്നൊക്കെ പറഞ്ഞ സമയം അങ്ങ് പോകും. പിന്നെ അവധി ദിവസം വരാന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് അവരുടേതായ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളപ്പോ വീടിന്റെ ചുമതലയേക്കേണ്ടി വരും. ഇപ്പൊ കറക്റ്റ് സമയത്ത് വന്നത്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡി ആയിട്ടിരിക്കുക. പ്രമി, ചേട്ടനൊരു പ്ലേറ്റ് കൊണ്ട് എടുക്ക. അയ്യോ വേണ്ട ഏട്ടാ, ഞാൻ കഴിച്ചിട്ടാ വന്നേ. ഇത്ര യാദൃശികമായിട്ട് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞ എങ്ങനെയാ? ഒന്നും കഴിക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. കോഫി എടുത്തോ, ഞാൻ കുടിച്ചോളാം. എന്റെ കൈ കൊണ്ട് ഞാനൊരു സ്പെഷ്യൽ കോഫി ഉണ്ടാക്കി തരാം. ചേട്ടൻ കോഫി ഉണ്ടാക്കോ?
പ്രേമികളെ വളരെ നന്നായിട്ട് കോഫി ഉണ്ടാക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ, ഇവിടെ നന്നായിട്ട് കോഫി ഉണ്ടാക്കും. പക്ഷെ അവളേക്കാൾ നന്നായിട്ട് ഞാൻ കോഫി ഉണ്ടാക്കുമെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഞാൻ കോഫി ഉണ്ടാക്കി തരുമ്പോ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായിക്കോളൂ. ഇരിക്കെ. അച്ഛാ, സുഖമായിട്ടിരിക്കുന്നോ? വീട്ടിൽ എല്ലാവർക്കും സുഖല്ലേ? നിന്റെ മുഖത്ത് ചിരിയുണ്ടെങ്കിലും കണ്ണുകളിലെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട് മോളെ. ഞാൻ ആ വിഷമം മാറ്റാൻ വേണ്ടിയാണ് മോളെ ഇപ്പൊ വന്നിരിക്കുന്നത്. എനിക്ക് മനസ്സിലായില്ല അച്ഛാ. വേറെന്താ മോളെ, നിന്നെ നിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ആ കഴുതക്കുട്ടിയോട് 100 വട്ടം പറഞ്ഞിട്ടുണ്ട്, വേറെ ആൾക്കാരെ രക്ഷിക്കാൻ നിനക്ക് നല്ല മിടുക്കാണെന്ന്. പക്ഷെ സ്വയം രക്ഷിക്കാൻ അവക്ക് തീരെ അറിയത്തില്ല. ഇറ്റ്സ് ഇമ്പോസിബിൾ. ഇപ്പോഴും അങ്ങനെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ പോയിട്ട് ചാടിയിട്ടുണ്ടാവും അവള്. ഇനി വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും പുതിയ പ്രശ്നം അവള് തന്നെ ഉണ്ടാക്കിയെടുത്തോളൂ. ഒന്ന് ഫോൺ വിളിച്ചാൽ എടുത്തൂടെ ഇവക്ക്? ടൈം സെൻസ് ഇല്ലാന്ന് എനിക്ക് ആദ്യം തന്നെ അറിയാം. ഞാനിങ്ങനെ പിന്നാലെ നടക്കുന്നോണ്ടാ ഇവക്ക് ടൈം സെൻസ് ഇല്ലാത്തത്. എന്നാലും ഇവൾ എന്തായിരിക്കും ഇത്ര ലേറ്റ്? എങ്ങോട്ട് പോയിട്ടുണ്ടാവും? എന്തെങ്കിലും സംഭവിച്ചു കാണുമോ? അച്ഛൻ എന്നെ വിളിക്കാൻ വന്നത് വലിയൊരു കാര്യമാണ്. പക്ഷെ എനിക്ക് എങ്ങനെയാ അച്ഛൻ വരാൻ കഴിയുന്നത്? തെറ്റെന്റെയാണ് മോളെ. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം ഞാൻ തന്നെയാണ്. ശിക്ഷയും പ്രായശ്ചിത്തമെല്ലാം തെറ്റ് ചെയ്തവർക്കല്ലേ കിട്ടേണ്ടത്. ഒരാൾ ചെയ്ത തെറ്റിന് മറ്റൊരാൾ ശിക്ഷ അനുഭവിക്കുന്നത് മനസ്സാക്ഷിക്ക് നിരക്കാത്തതാണ് മോളെ. തെറ്റുണ്ടായത് ആരുടെ ഭാഗത്താണെന്ന് അറിയാതിരുന്നാൽ അത് തേടി കണ്ടുപിടിച്ച് മനസ്സിലാക്കിയിരിക്കണം. ശിക്ഷ എപ്പോഴും കിട്ടേണ്ടത് അപരാധികൾക്കാണ് മോളെ, നിരപരാധികൾക്കല്ല. പുറത്തെ സാഹചര്യം എത്ര മോശമാണോ നമ്മുടെ വീട്ടിലെ സാഹചര്യം അതുപോലെ തന്നെയായിരിക്കും. തെറ്റ് ചെയ്തത് ഞാനാണ്. എന്നെ രക്ഷിക്കാനായി സഹായിച്ചവള് നീയും. എന്നാൽ ഇപ്പൊ എല്ലാവരുടെയും കണ്ണിൽ നിന്നെയാണ് കുറ്റക്കാരിയായിട്ട് കാണുന്നത്. നമ്മുടെയൊക്കെ ഇടയിൽ എങ്ങനെയാണെന്ന് വെച്ചാ, ആരെങ്കിലും തെറ്റ് ചെയ്താൽ തന്നെ അവര് വലിയവരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആരും അവരെ ചോദ്യം ചെയ്യില്ല. വീടിന് വേണ്ടി, വീട്ടിലുള്ളവർക്ക് വേണ്ടി രാവും പകലും കഷ്ടപ്പെട്ട് വീടിനെ കാത്തു സൂക്ഷിക്കുന്നവർ വീട്ടിൽ തന്നെ പുറത്തു പോകേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇതിനേക്കാളും വലിയ അന്യായം വേറെ ഒന്നുമില്ല മോളെ. ഇനിയെങ്കിലും ഞാൻ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാ ചെയ്യാൻ പറ്റുക? നീ ഇത്രയും ദിവസം ഇവിടെ അനുഭവിച്ചത് മതി. വീട്ടിലേക്ക് വാ മോളെ. ഞാൻ അവിടെ എല്ലാവരുടെയും മുമ്പിൽ തെറ്റെന്റേതാണെന്ന് തുറന്നു പറഞ്ഞോളാം. ശിക്ഷ കിട്ടുന്നുണ്ടെങ്കിൽ അതെനിക്കാണ് കിട്ടേണ്ടത്. നീ എന്റെ കൂടെ ഇപ്പൊ വീട്ടിലേക്ക് വാ. ഞാൻ എല്ലാവരോടും സത്യം പറഞ്ഞോളാം. അങ്ങനെ പറയരുത് അച്ഛാ. ഇവിടെ തെറ്റ് സംഭവിച്ചത് സാഹചര്യം കൊണ്ട് മാത്രം, വേറെ ഒന്നും കൊണ്ടല്ല.